അടുത്ത ഒരു മാസത്തിനുള്ളിൽ ഇസ്രയേൽ എന്ന രാജ്യം പൂർണ്ണമായും തകർന്നു വീഴും. കേവലം ഒരു പ്രവചനമല്ല ഇത്. ഇസ്രയേലിന്റെ ഉള്ളിൽ നിന്ന് തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ നൽകുന്ന അതീവ ഗുരുതരമായ മുന്നറിയിപ്പ്. ലോകം ശ്വാസമടക്കി പിടിച്ചു നോക്കുന്ന ഇറാൻ ഇസ്രയേൽ യുദ്ധം ഇപ്പോൾ മൂന്നാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ ഇസ്രയേൽ എന്ന രാജ്യം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പതനത്തിനെയാണ് അഭിമുഖീകരിക്കുന്നത്. യുദ്ധത്തിന്റെ കനലുകൾ ഇപ്പോൾ ഗൾഫ് നാടുകളിലേക്കും ആളിപ്പടർന്നു കഴിഞ്ഞു. തകർക്കാനാവാത്തതെന്ന് ഇസ്രയേൽ അഹങ്കരിച്ചിരുന്ന ആ പ്രതിരോധത്തിന്റെ വൻമതിലുകൾ ഓരോന്നായി തകർന്നു വീഴുന്ന കാഴ്ചയാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ അഭിമാനപൂർവ്വം ഉയർത്തിക്കാട്ടിയ അയറൺ ഡോം ഇന്ന് ഇറാന്റെ മിസൈലുകൾക്ക് മുന്നിൽ വെറും കളിപ്പാട്ടമായി മാറിയിരിക്കുന്നു. ഇതിന് പിന്നിൽ ഇറാൻ പയറ്റുന്ന ആ വിനാശകരമായ തന്ത്രത്തിന്റെ പേരാണ് സെജ്ജിൽ. പ്രതിരോധ വിദഗ്ധർ ഇതിനെ ഡാൻസിംഗ് മിസൈൽ എന്നാണ് വിളിക്കുന്നത്. സാധാരണ മിസൈലുകളെ പോലെയല്ല, ആകാശത്ത് നൃത്തം ചെയ്യുന്നതുപോലെ ദിശ മാറ്റിപ്പായുന്ന സെജ്ജിലിനെ തടയാൻ ലോകത്തിലെ ഒരു പ്രതിരോധ സംവിധാനത്തിനും ഇതുവരെ സാധിച്ചിട്ടില്ല. ഇറാനിൽ നിന്ന് വിക്ഷേപിച്ച് വെറും 7 മിനിറ്റിനുള്ളിൽ ഇസ്രയേലിന്റെ ഹൃദയഭാഗത്ത് മരണം വിതയ്ക്കാൻ ഈ മിസൈലിന് കഴിയും. റഡാറുകളെ കണ്ണുവെക്കുന്ന പ്രത്യേക ആന്റി റഡാർ കോട്ടിംഗ് കൂടി ചേരുന്നതോടെ ഇസ്രയേലിന്റെ ആകാശ സുരക്ഷ ഇന്ന് വെറും കടലാസ് കോട്ടയായി മാറിയിരിക്കുകയാണ്. യുദ്ധക്കളത്തിലെ ഈ മാറ്റങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പോലും ഭയപ്പെടുത്തുന്നതാണ്. ഇറാന്റെ പിന്നിൽ റഷ്യയും ചൈനയും അണിനിരക്കുന്നു എന്ന ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയുടെ വെളിപ്പെടുത്തൽ ഒരു വൻ സ്ഫോടനത്തിന് തുല്യമാണ്. അമേരിക്കയ്ക്കും ഇസ്രയേലിനുമെതിരെ രൂപപ്പെട്ടിരിക്കുന്ന ഈ പുതിയ ലോക സഖ്യം ട്രംപിന്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചിരിക്കുന്നു. തങ്ങളുടെ ഊർജ്ജ കേന്ദ്രങ്ങളെ തൊട്ടാൽ മേഖലയിലുള്ള അമേരിക്കൻ ആസ്തികൾ ഒന്നടങ്കം ചാമ്പലാക്കുമെന്ന ഇറാന്റെ മുന്നറിയിപ്പ് വെറും ഒരു ഭീഷണിയല്ല. ലോകത്തിന്റെ ഇന്ധനസിരയായ ഹോർമൂസ് കടലെടുക്ക് അടച്ചുപൂട്ടാനുള്ള നീക്കം അമേരിക്കയെ സാമ്പത്തികമായി തകർക്കാൻ പോകുന്നതാണ്. ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരുന്നതോടെ അമേരിക്കയുടെ വൻ ശക്തി എന്ന പദവി തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഇസ്രയേലിനെ സംബന്ധിച്ച് ഇത് നിലനിൽപ്പിനായുള്ള അവസാന പോരാട്ടമാണ്. രാജ്യം ഇന്ന് ഒരു വലിയ ആഴക്കടലിന്റെ വക്കിലാണ് നിൽക്കുന്നതെന്ന് ഇസ്രയേലി നിരീക്ഷകർ തന്നെ സമ്മതിക്കുന്നു. ഇറാൻ, ഹിസ്ബുള്ള, സിറിയ, ഗാസ എന്നിങ്ങനെ 4 ഭാഗത്തുനിന്ന് ഒരേ സമയം ആക്രമണം നേരിടാൻ ഇസ്രയേലിന് കഴിയില്ല. ഇസ്രയേലി രാഷ്ട്രീയ നിരീക്ഷകൻ അലോൺ മിസ്രാഹിയുടെ മുന്നറിയിപ്പ് ഭരണകൂടത്തെ നടുക്കിയിട്ടുണ്ട്. മിസൈലുകളെ പ്രതിരോധിക്കാൻ ആവശ്യമായ ആയുധങ്ങൾ പോലും ഇസ്രയേലിന്റെ പക്കൽ ഇപ്പോൾ അവശേഷിക്കുന്നില്ല. യുദ്ധം ദീർഘിക്കുന്നത് ഇസ്രയേലിന്റെ സാമ്പത്തിക അടിത്തറയെ തന്നെ തകർത്തു കഴിഞ്ഞു. സൈനികരുടെ മാനസിക സമ്മർദ്ദവും ജനങ്ങളുടെ അമർഷവും ആഭ്യന്തര കലാപത്തിന്റെ വക്കിലേക്കാണ് രാജ്യത്തെ എത്തിച്ചിരിക്കുന്നത്. ആകാശത്ത് ഇറാന്റെ ഡാൻസിംഗ് മിസൈലുകൾ തീമഴ പെയ്യുമ്പോൾ കരയിൽ റഷ്യയും ചൈനയും ചേർന്ന് ഇറാന് നൽകുന്ന കരുത്ത് അമേരിക്കയെ നിസ്സഹായരാക്കുകയാണ്. ലോകം സാക്ഷ്യം വഹിക്കുന്നത് ഒരു സാമ്രാജ്യത്തിന്റെ പതനത്തിനാണ്. ഇസ്രയേലിന്റെ വീഴ്ചയും അമേരിക്കയുടെ ആധിപത്യത്തിന്റെ അന്ത്യവുമാണ് ഈ മൂന്നാം ആഴ്ചയിലെ യുദ്ധഭൂമിയിൽ നിന്ന് തെളിയുന്നത്. പശ്ചിമേഷ്യയുടെ ചരിത്രം തിരുത്തിക്കുറിക്കപ്പെടുന്ന ഈ നിമിഷങ്ങളിൽ ഇസ്രയേൽ എന്ന രാജ്യം അതിന്റെ അന്ത്യത്തിലേക്ക് അതിവേഗം അടുത്തുകൊണ്ടിരിക്കുകയാണ്.